ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടു വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടയ്ക്ക് പെരുമ്പാമ്പ് കയറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേ നമ്മുടെ കണ്ണിലൊന്നും പിന്നെ അത് പെട്ടതും ഇല്ല കേട്ടോ. എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തുമില്ല. പാപ്പ കിടക്കുന്ന റൂമിൻ്റെ പുറകു വശത്തെ ജനൽ ഒരുവിധം എല്ലാം ഇങ്ങനെ ഇളകിപ്പോയി, ആണിയൊക്കെ പോയിട്ട് ഇളകി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് 3 പാളി ജനലായിരുന്നു, പക്ഷെ നടുക്ക് ഒന്നിൽ ഡോറില്ല. അങ്ങനെ ഡോറ് പിടിപ്പിക്കാനായിട്ട് ഇന്ന് ഒരു മേശരി വന്നിട്ടുണ്ടായിരുന്നു. ആ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാടിൽ നമ്മളിങ്ങനെ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുല്ലൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം ഒന്ന് വാടി കിടക്കുകയാണ് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെയൊക്കെ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇറങ്ങാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാരക്കയൊക്കെ അങ്ങ് പൊഴിഞ്ഞ് വീണ് പോവുകയാണ് കേട്ടോ. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട് ഇപ്പോൾ. പിന്നെ ഈ നടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളരിപ്പയറിൻ്റെ വിത്താണ് കേട്ടോ. വാളരിപ്പയറുണ്ടല്ലോ, വലിയ പരന്ന പയർ, അതിൻ്റെ വിത്താണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് നമുക്ക് ഇത് കിട്ടിയിട്ട് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നേ. ഇന്നിപ്പോൾ അതങ്ങ് നട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിത് വാപ്പ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. വാപ്പാക്കാരോ കൊടുത്തതായിരുന്നേ. അത് ഉമ്മച്ചി ഇവിടെയാണ് പയർ നടുന്നത്, ആ ഒരു പേരയുടെ മൂട്ടിൽ കേട്ടോ. നമ്മുടെ വള്ളിപ്പയറുണ്ടല്ലോ, അതായത് അച്ചിങ്ങ പയർ, അതിൻ്റെ വിത്തൊക്കെ അവിടെയാണ് ഇടുന്നത്. അപ്പോൾ പേരയിലോട്ട് പടർന്ന് കയറിക്കോളും. അതിനാണ് ഞാൻ ഇതും കൂടെ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പയറിരിപ്പുണ്ടായിരുന്നു, അച്ചിങ്ങപ്പയറിൻ്റെ, കുറ്റിപ്പയറിൻ്റെ പയറായിരുന്നു കേട്ടോ. അച്ചിങ്ങയല്ല, കുറ്റിപ്പയറായിരുന്നു. അപ്പോൾ അത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. മുള പൊട്ടി വന്നിട്ടില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടില്ലേ അത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് ഇടാനായിട്ട് പോവുകയാണേ. പാത്തുക്കുട്ടി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആളൊരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അനിയത്തിയാണ് കേട്ടോ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഇനി കൊച്ചിനെ മദ്രസയെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം നമ്മൾ ഇനി അടുത്തുള്ള അംഗം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ജനലിൻ്റെ ഡോറൊക്കെ ശരിയാക്കിയിട്ട് മേശരിയെ പോയിട്ടുണ്ടായിരുന്നേ. ഇനി മുറ്റം തൂക്കാൻ കിടക്കുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല കാറ്റടിക്കുകയാണ്. അപ്പോൾ മുറ്റം എന്തായാലും രാവിലെ തൂക്കില്ല. ഇന്നലെ വൈകുന്നേരം തൂക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വൈകുന്നേരം കാറ്റുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കാറ്റൊന്ന് അടങ്ങിയതിന് ശേഷം തൂക്കാം. അപ്പോൾ പിന്നെ മഗ്‌രിബായി പോയി, പിന്നെ തൂക്കാൻ വേണ്ടി നിന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും രാവിലെ ഒന്ന് മുറ്റം അടിച്ചിട്ടേ പറ്റത്തുള്ളൂ. ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഉള്ള കരിയില മൊത്തവും പറന്ന് വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ കാറ്റുള്ള സമയമാണ് ഇനി അങ്ങോട്ട്. അങ്ങനെ ഞാൻ കൊച്ചിനെ മദ്രസയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന വീഡിയോയാണ് കേട്ടോ. കൊച്ചിനെ പള്ളിയിലോട്ട് കയറ്റി വിടുന്ന വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് മൊബൈൽ കൊണ്ടുപോയതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അതാ സംഭവം. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും കാര്യം മറന്നുപോയി കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണ് ഓർക്കുന്നത്, ഈ പടച്ചോനെ ഞാൻ കൊണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണല്ലോ വന്നേന്ന്. പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ മറന്നുപോയി, അതാണ് പ്രശ്നം കേട്ടോ. അങ്ങനെ ഇനി കൊച്ചിനെ ആക്കിയിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. കാറ്റിൻ്റെ സൗണ്ട് കേട്ടില്ലേ? അത്രയും നല്ല കാറ്റുണ്ട്. അങ്ങനെ ഒരു വീടെത്തിയിട്ടുണ്ടായിരുന്നേ. ഇവ മുറ്റമടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ പൊന്നേ, ഞാൻ മുറ്റമടിക്കാനായിട്ട് നിന്ന് ഫ്രണ്ട് ആ തൂത്ത ചവറും മാത്രം വാരി കളഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി കേട്ടോ. കാരണം തൂക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കാറ്റ്. വൈകുന്നേരം എങ്ങനെയാണ് നോക്കട്ടെ. കാറ്റൊന്ന് അടങ്ങിയാൽ, സന്ധ്യയ്ക്ക് മുന്നേ കാറ്റടങ്ങിയാൽ തൂക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്ന് നിൽക്കുവാണ്. അല്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. കാറ്റടിക്കുന്ന, നിങ്ങൾ ആ കാറ്റിൻ്റെ സൗണ്ട് കേട്ടതൊക്കെ എത്രത്തോളം കണ്ടില്ലേ? ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്.
ഞാനിങ്ങനെ കാറ്റടിക്കുന്ന ഏത് ദിശയിലെന്ന് നോക്കിയിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ടാണ് തൂക്കുന്നത്. എന്തായാലും ഫ്രണ്ട് കുറച്ച് തൂത്തപ്പോഴത്തേക്കും മതിയായി എനിക്ക്. അത് അവിടെ ഇട്ടിട്ട് ഞാൻ കയറി പോന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കണ്ടില്ലേ, കാറ്റ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ തൂത്ത ഭാഗം മാത്രം ഒന്ന് ആ ചവറൊക്കെ ഒന്ന് വാരിക്കളഞ്ഞിട്ട് കയറി അങ്ങ് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ കപ്പയുണ്ടായിരുന്നു, ചീനി, അതുകൊണ്ട് ഞാനതങ്ങ് വെട്ടി പുഴുങ്ങാൻ വേണ്ടി എടുക്കാൻ കേട്ടോ. കൊച്ചിനെ കൊണ്ടാക്കിയ വേഷം ഞാൻ ഇതുവരെയും മാറ്റിയില്ല, ഇതുപോലെ അങ്ങ് നിൽക്കുകയാണ്. കാരണം 11 മണിയാകുമ്പോൾ വീണ്ടും തിരിച്ചിറങ്ങി പോകണമല്ലോ, അതുകൊണ്ട് ഇട്ട വേഷത്തിൽ തന്നെ അങ്ങ് നിന്ന് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ ചമ്മന്തി ഒന്നും അരച്ചിട്ടില്ലായിരുന്നു. തലേന്നത്തെ മീൻകറി ഒന്ന് വറ്റിച്ചെടുക്കാം, അത് കഴിക്കാം. ഞാൻ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ഫുൾ അനൗൺസ്മെൻറ്റാണ്. ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ വരും, അങ്ങനെയാണ് കേട്ടോ. മീൻ തലേന്ന് കൊണ്ടുവന്ന മീനാണ്. മത്തി ഉണ്ടായിരുന്നു, ഒരു കണ്ണനയില ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങ് പൊരിക്കാനെടുക്കും, മത്തി അങ്ങ് കറിക്കുമാക്കും. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടത്തി കഴിഞ്ഞു കേട്ടോ. ഞാനങ്ങ് അടുപ്പിലോട്ടൊക്കെ ആക്കി കറി. പിന്നെ തോരന് വേണ്ടിയിട്ടൊരു പടവലങ്ങയും കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പും ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ ഇട്ടിട്ട് തോരന് വെച്ചേക്കും കേട്ടോ. കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയുടെ കൂടെ എന്തായാലും കട്ടൻ ചായ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ട്, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം വേണം കേട്ടോ. കപ്പയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ കുടിക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. ആ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കപ്പ കഴിച്ചിട്ട്. അപ്പോൾ തലേന്നത്തെ മീൻകറി ഒന്ന് വറ്റിച്ചെടുത്തു, നല്ല കരിച്ചങ്ങോട്ട് എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കപ്പയും മീൻകറിയും കട്ടൻ ചായയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോയി, കൊച്ചിനെ വിളിച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നു. അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ചുവയൊക്കെ വിട്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തോരനും അവിടെ റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നാളെ കാണാം. അസ്സലാമു അലൈക്കും.